SSLC ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് ആരംഭിക്കുന്നു. രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് SSLC പരീക്ഷ. നാളെയാണ് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾ തുടങ്ങുക. 13 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. കുട്ടികൾക്ക് ആശങ്ക വേണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അക്കാഡമിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന നിലയിലായി ഉള്ള ഒരു റിസൾട്ടായിരിക്കും, ഒരു പരീക്ഷയായിരിക്കും ഈ പ്രാവശ്യം ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ സാധ്യത ഇല്ല. ഇപ്പോൾ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഏതാണ്ട് 3031 പരീക്ഷാ കേന്ദ്രങ്ങളും സജ്ജമായി കഴിഞ്ഞിരിക്കും. 4,17,497 കുട്ടികളാണ് പരീക്ഷ എഴുതേണ്ടത്. ഗൾഫ് മേഖലയാണെങ്കിൽ 7 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 633 കുട്ടികളാണ് പരീക്ഷ എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ ഗൾഫ് മേഖലയിലുള്ള പരീക്ഷകൾ അനിശ്ചിതകാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും വേനൽക്കാലമാണ്, അപ്പം നല്ല ചൂടിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് അതിൻ്റെതായ തയ്യാറെടുപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ മക്കൾ ഒന്നും ഒരു ആശങ്കയ്ക്കും വഴിയില്ലാത്ത രീതിയിൽ ക്രമീകരണങ്ങളുണ്ട്. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട എന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയും പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് ഹഷ്മി. സ്വാഭാവികമാണ്, പരീക്ഷാ ചൂടാണ്, പരീക്ഷാ കാലമാണ്. SSLC ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷകളാണ് ഇന്ന് നടക്കുക. മാത്രമല്ല, അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യത്തിൽ ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലടക്കം ഈ പരീക്ഷ സംബന്ധിച്ച് ചില ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അക്കാദമിക് നിലവാരം പൂർണ്ണമായും മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള പരീക്ഷാ നടത്തിപ്പായിരിക്കും ഇപ്രാവശ്യവും ഉണ്ടാവുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അല്പസമയം മുൻപും പ്രതികരിച്ചത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ SSLC +1 പരീക്ഷകൾ നടക്കും. +2 പരീക്ഷ നാളെയാണ് ആരംഭിക്കുന്നത്. സംസ്ഥാനത്ത് 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. SSLC പരീക്ഷ രാവിലെ 9:30 മുതലും ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷ ഉച്ചയ്ക്ക് ശേഷവുമാണ് നടക്കുന്നത്. SSLC പരീക്ഷ മാർച്ച് 30-നും ഹയർ സെക്കൻഡറി VHSC പരീക്ഷകൾ 28-നും അവസാനിക്കും. മലയാളം, തമിഴ്, കന്നഡ ഉൾപ്പെടെയുള്ള ഒന്നാം ഭാഷകളിലാണ് ഇന്ന് രാവിലെ SSLC പരീക്ഷ നടക്കുക. ഈ ഹയർ സെക്കൻഡറി പരീക്ഷ, അത് ഒന്നാം വർഷ പരീക്ഷ ഇംഗ്ലീഷ് പരീക്ഷയാണ് നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടൺ ഹിൽ ഹയർ സ്കൂളിലാണ്. സാധാരണഗതിയിൽ ഈ കുട്ടികളൊക്കെ നേരത്തെ വന്ന് കൂട്ടമായി പഠിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഈ പരീക്ഷാഭാരം കുറഞ്ഞു, പരീക്ഷാ പേടി കുറഞ്ഞു. അതുകൊണ്ട് ആ കാഴ്ച നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ എങ്കിലും ചില കുട്ടികളൊക്കെ നേരത്തെ വന്ന് അത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. നമ്മളെ സംബന്ധിച്ച് SSLC പരീക്ഷ നടത്തിപ്പിനപ്പുറത്തേക്ക് ഈ ഗൾഫ് മേഖലകളിലെ യുദ്ധ പ്രശ്നമടക്കമുള്ള കാര്യങ്ങൾ, പശ്ചിമേഷ്യയിലെ സംഘർഷമടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷ മാറ്റിയിരുന്നു. ഗൾഫ് മേഖലയിൽ 633 പേരും ലക്ഷദ്വീപിൽ 386 പേരുമാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ ഗൾഫ് മേഖലയിൽ ഈ ആഴ്ചയുള്ള പരീക്ഷ മാറ്റിയിട്ടുണ്ട്. എന്നായിരിക്കും അതിന്റെ പുതിയ പരീക്ഷാ ടൈം ടേബിൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇതുവരെയും ഒരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്തിട്ടില്ല. അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞത് ട്രംപ് യുദ്ധം നിർത്തുന്നതനുസരിച്ച് അവിടുത്തെ പരീക്ഷാ ക്രമീകരണങ്ങൾ നടപ്പിലാക്കും. വിദ്യാഭ്യാസ വകുപ്പ് അവിടെ പരീക്ഷ നടത്താൻ പൂർണ്ണ സജ്ജമാണ്. 4 സെറ്റ് ചോദ്യപേപ്പറിൽ നിന്ന് 1 സെറ്റ് ചോദ്യപേപ്പറാണ് അവിടേക്ക് എത്തിക്കേണ്ടത്. അതടക്കമുള്ള കാര്യങ്ങൾ ഏത് സമയം യുദ്ധം അവസാനിക്കുന്നോ, കുട്ടികൾക്ക് ഭയമില്ലാതെ പരീക്ഷ എഴുതാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, ആ സമയത്ത് അവർക്ക് ക്രമീകരിക്കും. അതേപോലെ ഈ ഗൾഫ് മേഖലയിലേക്ക് ഈ മാതാപിതാക്കളെ കാണാൻ പോയി തിരികെ മടങ്ങി എത്താൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി അവർ അപേക്ഷിക്കുന്ന തരത്തിൽ പരീക്ഷ ക്രമീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന, ഹഷ്മി. ഓക്കെ, ഷഫീദ് റാവുത്തറ വാർത്തയുടെ വിവരങ്ങൾ നൽകുമായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇതിനോടകം സ്കൂളിലോട്ട് പോയിട്ടുണ്ടാവണം. അപ്പോൾ ഗംഭീരമായിട്ട് എഴുതാൻ പറ്റുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു തർക്കമില്ല. അതായത് ദിനേശ് ഹരിപ്പാട് പറയുന്നു, ആഷ്മിക സ്റ്റോക്ക് മാർക്കറ്റ് എടുത്ത് അമ്മാനമാടുന്ന എൻ്റെ നാട്ടുകാർ ക്രിസ്ത്യനിക്ക് അവാർഡ് കൊടുക്കണം. ദിനേശ് ഹരിപ്പാട് ക്രിസ്റ്റി ഫാൻസ് അസോസിയേഷൻ. രാവിലെ കുറച്ച് പൈസ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. അതായത് സ്കൂളിൽ പോയി ഇരിക്കുക, ഒരു ടെൻഷനും വേണ്ട. ഇപ്പൊ എക്സാമിന്റെ തലേന്ന് അല്ലെങ്കിൽ ആ സമയത്ത് രാവിലെ ഒരു ചെറിയ പേടി എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. അത് കാര്യമാക്കേണ്ട കാര്യമില്ല. പഠിച്ചൊക്കെ ഓർമ്മ വരും. ഇനി പരീക്ഷ ഹാളിൽ പോയി ഇരിക്കുമ്പോഴും ഈ പറയുന്ന എന്തെങ്കിലും ടെൻഷനോ ആദ്യം തോന്നുകയാണെങ്കിൽ കൂൾ ഓഫ് പീരിയഡിൽ ഒരു ചെറിയ പരിപാടി, 4 സെക്കൻഡ് ഇൻഹെയിൽ, ഹോൾഡ് 4 സെക്കൻഡ്, 4 സെക്കൻഡ് അങ്ങോട്ട് എക്സൈൽ. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഭയങ്കര സമാനം. അതിനെന്താണ് ബോക്സ് ബ്രീത്തിങ് ടെക്നിക്ക് എന്തോ പറയുന്നത്. 4% അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. അവിടെ ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറും. ഈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.